ഇവിടെ ശ്രീ പഴകുളം മധു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയതിനെ കുറിച്ച് പറഞ്ഞല്ലോ. മുൻപ് ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഉമ്മൻചാണ്ടി പോയി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഡീലിൻ്റെ ഭാഗമല്ല. അത് സാധാരണ നിലയ്ക്കുള്ള നമ്മുടെ രീതിയാണ്, മര്യാദയാണ്. ഇപ്പൊ കേരളം കേന്ദ്രത്തിനെതിരെ ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സ്വന്തം നിലയ്ക്ക് ചെയ്യാനല്ല, പ്രതിപക്ഷത്തെ ക്ഷണിച്ചിട്ടുണ്ട്. വി ഡി സതീശനെ ക്ഷണിച്ചു, പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ക്ഷണിച്ചു. മുന്നണിയിൽ ആലോചിച്ചിട്ട് പറയാം എന്നുള്ളതാണ്. അതായത് ഒരു പകുതി പോസിറ്റീവായ നിലപാടാണ് ലീഗിന് ഇക്കാര്യത്തിലുള്ളത്. കോൺഗ്രസിനോ ഇപ്പോൾ എന്തായാലും കേരളത്തെ സംബന്ധിച്ച് സാമ്പത്തിക പ്രശ്നമുണ്ടല്ലോ. കേന്ദ്രത്തിനെ കുറിച്ച് നിങ്ങൾക്കും വിമർശനാത്മക അഭിപ്രായം ഉണ്ടല്ലോ. ഫെബ്രുവരി 8 ഡൽഹിയിൽ ജന്തർ മന്ദറിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ സമരമിരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ UDF-കാരുണ്ടാവുമോ? അക്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുമോ? അക്കൂട്ടത്തിൽ UDF MP-മാരുണ്ടാവുമോ? അല്ല, ഞാൻ പറയുന്നത് കേരളത്തിൽ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ പോകേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ പോകാമല്ലോ. പക്ഷേ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ്റും CPM പാർട്ടിയും BJPയും കേന്ദ്ര ഗവൺമെൻറ്റും വല്ലാതെ കേരളത്തെ ഞെരുക്കി കൊല്ലുന്നു. അല്ലെങ്കിൽ CPM പാർട്ടി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അന്വേഷണമൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ BJPക്കെതിരായി വലിയ തീവ്രവാദ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയല്ല, താഴെയുള്ള നേതാക്കന്മാർ നടത്തിക്കോ. ഇപ്പോൾ നവകേരള യാത്രയിൽ തന്നെ കേന്ദ്രത്തിനെതിരായിട്ടുള്ള എന്തോ ഒരു തീതുപ്പലായിരുന്നു. ഇവരുടെ എല്ലാ കഴിവുകേടുകളും കേന്ദ്രം ചെയ്തതിൻ്റെ ഫലമാണെന്ന് ഇവർ പറഞ്ഞിട്ട് ഇന്ന് ആരോടും പറയാതെ മുഖ്യമന്ത്രി എന്തിനാണ് നേരെ പോയി ജ്യോതി ബസു എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാതെ, സ്മരണാ ചടങ്ങിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി ഇത് കട്ട് ഷോട്ട് ചെയ്തു. നേരത്തെ നമ്മൾ ഇതുപോലെ ഡൈവേർട്ട് ചെയ്യുന്നത് കണ്ടത് ഷാർജ ഷേഖ് വന്നപ്പോഴാണ്. ഷാർജ ഷേഖ് വന്നപ്പോൾ റൂട്ട് മാറ്റിപ്പോയി. അതുപോലെ ഇന്ന് റൂട്ട് മാറ്റിപ്പോയി. എന്തിനാണ് ആ റൂട്ട് മാറ്റിപ്പോയത് ഞങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ വന്നപ്പോഴും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയി കൈക്കുമ്പിളിൽ കൈ വെച്ച് കൊടുത്ത് ഞങ്ങൾ കണ്ടതാണ്, കേരളം കണ്ടതാണ്. അപ്പം രണ്ട് തരം പാടില്ല, രണ്ട് സ്വഭാവം പാടില്ല. ഇവിടെ ആട്ടിൻകുട്ടിക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം നിന്ന് ചിരിക്കുകയും ചെയ്യുന്ന ആ സ്വഭാവം പാടില്ല. ഇവിടെ തന്നെ പറഞ്ഞില്ല ഇവരുടെ മാതൃക എന്താണ്? ഇവരുടെ മാതൃക നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അദ്ദേഹം കൈ കൊടുക്കാൻ കൈ കൊണ്ടുവന്നപ്പം ആ കൈ തട്ടി മാറ്റിയിട്ട് പോയ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു CPMൻ്റെ. ആ മുഖ്യമന്ത്രി നേരിട്ട പ്രശ്നങ്ങളല്ല ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി നേരിടുന്നതെന്ന് ഇവർ പറയുന്നത്. അപ്പോൾ അതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അത് വ്യക്തമാക്കാതെ ഇദ്ദേഹം CPMൻ്റെ നേതാവ് പ്രകാശം മാസ്റ്റർ എനിക്ക് വിവരമില്ലെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് തിരിച്ചങ്ങോട്ട് ചെല്ലണമല്ലോ. ഇന്ന് എന്നെ എന്തെങ്കിലും അത് ചീത്ത വിളിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ചെല്ലാൻ കഴിയില്ല. കാരണം പിണറായിക്കും അദ്ദേഹത്തിൻ്റെ ചെയ്തികൾക്കുമെതിരായിട്ടുള്ള വിമർശനം ഉണ്ടാകുമ്പോൾ CPM-മാർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്, ക്യാപ്സൂൾ എന്ന് പറയുന്നത് അടിച്ച് നിരപ്പാക്കണമെന്നാണ്. ആ അടിച്ച് നിരപ്പാക്കിയില്ലെങ്കിൽ അവർക്ക് അവിടെ പണി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിടുകയാണ്. സാധുവായിട്ടുള്ള പ്രകാശൻ മാസ്റ്റർ അവിടെ പോയി ജീവിച്ചോട്ടെ, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കാതലായ പ്രശ്നം എന്താണ്? കാതലായ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ BJP വിരോധം തട്ടിപ്പാണ്. ഇവർ BJPയോ നരേന്ദ്രമോദിയോ എതിർക്കുന്നില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ ഇവർക്കതിൽ എന്തെങ്കിലും വൈമുഖ്യമുണ്ടോ? കാരണം ഇല്ല. എന്തുകൊണ്ടത് ഇവരുടെ സീറ്റല്ലത്, CPIയുടെ സീറ്റാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും CPIക്കുള്ള സീറ്റാണ്. അത് രണ്ടും പോയാലും ഇവർക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് വലിയൊരു ചതിയിലേക്കാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPM പാർട്ടിയും കൊണ്ടുപോകുന്നത്. അത് ഒരു വ്യക്തിയുടെ സ്വകാര്യമായ നേട്ടങ്ങൾക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ഒരുപോലെ കുഴിച്ചു മൂടുന്ന ഒരു കാഴ്ചയാണ് ഒരുപക്ഷെ നമുക്ക് കാണാൻ പോകുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോടെല്ലാം ഒരു കാര്യം പറഞ്ഞേക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായി ചേർന്ന് ഈ 2-3 മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാലും അവിടെ എങ്ങും BJP ജയിക്കാൻ പോകുന്നില്ല. ഞാൻ ഇത് അക്ഷരാർത്ഥത്തിൽ ഞാൻ അഭിലാഷേ, ടേക്ക് ഫ്രം മീ, നിങ്ങൾ എല്ലാം കേട്ടോളൂ. ഞാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. അങ്ങനെ ഒരു കള്ളക്കച്ചവടം നടത്തിയാലും ഈ മണ്ഡലങ്ങളൊന്നും ജയിക്കാൻ പോകുന്നില്ല. മോദി നിരന്തരമായി വന്നാലും കേരളത്തിലെ ജനങ്ങൾക്ക് ആ കാര്യം ബോധ്യപ്പെടും. അവരുടെ എല്ലാം മനസ്സും ശ്രദ്ധയും മോഡിയുടെയും സംഘപരിവാറിൻ്റെയും ദുഷ്ടലാക്കുള്ള രാഷ്ട്രീയത്തിലേക്കായിരിക്കും പോവുക. അവരത് മനസ്സിലാക്കും. ക്രിസ്മസ് കാലം വരുമ്പോൾ കേക്ക് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയി കേക്ക് അവൻ്റെ വായിലോട്ട് വെച്ചു കൊടുക്കുകയും പുറം കൈ കൊണ്ട് മണിപ്പൂരിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം ക്രിസ്ത്യൻ ദേവാലയങ്ങളെ അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്ന ഹീനമായ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയാത്ത വെറും വിഡ്ഢിക്കൂട്ടങ്ങളല്ല കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ. ക്രിസ്ത്യൻ
സമുദായം, അവർക്ക് വിവേകമുണ്ട്, അവർ അതെല്ലാം മനസ്സിലാക്കി ചെയ്തോളും. അതുകൊണ്ട് തൃശ്ശൂരിൽ ഒന്നല്ല 100 തവണ മോദി വന്നാലും എല്ലാ ബഹുമാനത്തോടും പ്രധാനമന്ത്രി സ്ഥാനത്തോട് എല്ലാ ബഹുമാനത്തോടും ഞാൻ പറയുന്നു, കേരളത്തിൽ ഈ പരിപ്പ് വേഗില്ല, ഇതിവിടെ ചെലവാകില്ല. അത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് 2024 ഇലക്ഷൻ കഴിയുന്നവരെ കാത്തിരിക്കേണ്ടി വരും. ഇവിടെ CPM പറയേണ്ട ഒരു കാര്യമുണ്ട്. CPM പറയേണ്ടത്, ഞാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അല്ല, ഒറ്റ മിനിറ്റ് കൂടി, അദ്ദേഹത്തിന്റെ വേദിയിൽ കയറി പ്രകാശം മാസ്റ്റർ പറയുന്ന പോലെ കോലാഹലം ഉണ്ടാക്കണ്ട. എന്തൊരു വീൺവാക്കായിരുന്നു ഇവിടെ, എന്തൊരു ബഹളമായിരുന്നു. BJP അത് ചെയ്ത് കളയും, RSSനെ ഇത് ചെയ്ത് കളയും എന്നെല്ലാം പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിയവർക്ക് എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ കയ്യിലേക്ക് ഒരു പേപ്പർ കൊടുക്കാൻ കഴിഞ്ഞില്ല? കേരളത്തിന്റെ അവഗണനയെക്കുറിച്ച് അതെന്തെങ്കിലും പ്രോട്ടോകോൾ ലംഘനമാണോ? അത് ജനാധിപത്യ വിരുദ്ധമാണോ? ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മന്ത്രിമാരുടെ കഴിവുകേട് കൊണ്ട്, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കഴിവുകേട് കൊണ്ടല്ല കേരളം കടക്കെണിയിലായതെങ്കിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ കയ്യിലേക്ക്, മുഖത്തേക്ക് വലിച്ചെറിയണ്ട, അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഇന്ന് കൈകൂപ്പിയ കൈ വിടർത്തി വെച്ച് ഒരു പേപ്പർ കൊടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല? ഇത് തിരിച്ചു എന്ന് പ്രകാശ് മാസ്റ്റർ ചോദിക്കണം. അതാണ് എനിക്ക് പ്രകാശ് മാസ്റ്ററോട് പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ എന്റെ ഈ ഇപ്പോഴത്തെ സംസാരം ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളം വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. സാമ്പത്തിക പ്രതിസന്ധിയല്ല, ധനപ്രതിസന്ധിയാണ്. കേരളത്തിന്റെ മൊത്തം കടം 4.5 ലക്ഷം കോടിയാണ്. EMSന്റെ കാലം മുതൽ, ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ കേരളം ആകെ ഉണ്ടാക്കിയ കടം 1,30,000 കോടിയാണ്, 90,000 കോടിയല്ല. ഇന്ന് കേരളത്തിന്റെ ആകെ കടം 4.5 ലക്ഷം കോടി. ഇവിടെ ഏത് മേജർ പ്രോജക്റ്റ് കൊണ്ടുവന്നു? എത്ര മെഡിക്കൽ കോളേജ് തുടങ്ങി? എത്ര വ്യവസായ ശാലകൾ കൊണ്ടുവന്നു? എത്ര മെട്രോ റെയിൽ കൊണ്ടുവന്നു? എത്ര മേജർ പ്രോജക്റ്റ് കൊണ്ടുവന്നു? നിങ്ങൾ എങ്ങനെ കേരളത്തെ ഇത്രമാത്രം കടക്കെണിയിലാക്കി? അത് പറയാൻ കേരളത്തിലെ ഗവൺമെന്റിന് അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് നിങ്ങൾ പറയണം. ഇപ്പൊ BJP നിങ്ങൾ തമ്മിൽ ഒത്തുകളിച്ചാലൊന്നും കേരളത്തിലെ ജനങ്ങൾ ഒന്നും രണ്ടല്ല എല്ലായ്പ്പോഴും. അത് പ്രകാശം മാസ്റ്ററെ മനസ്സിലായിക്കോ, ശങ്കുട്ടി ദാസെ മനസ്സിലായിക്കോ. ഒന്നും 1+1 അല്ല. തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ ആകില്ല. അത് മനസ്സിലാക്കാൻ ഒന്നും രണ്ടാവില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്.